श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं परमानन्दमाधवं श्रीचैतन्यमेश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എന്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 5-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചുള്ള നിത്യാനന്ദ പ്രഭുവിന്റെ മഹാത്മ്യമാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. 148-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഇനി നമ്മൾ കഴിഞ്ഞ 2 ശ്ലോകങ്ങളായിട്ട് ശ്രീ അദ്വൈതാചാര്യയെ കുറിച്ചും ശ്രീല നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചും അവർ രണ്ടുപേരും ഭഗവത് തത്വം തന്നെയാണ്, ഭഗവാന്റെ വിസ്തരണങ്ങളാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ശ്ലോകത്തിൽ 147 നമ്മൾ പറഞ്ഞു അദ്വൈതാചാര്യ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് എന്ന്, ഭഗവാൻ തന്നെയാണ്. കാര്യം ഭഗവാന്റെ വിസ്തരണങ്ങളും ഭഗവാനും എല്ലാം ഭഗവത് തത്വമാണെങ്കിൽ, വിഷ്ണു തത്വങ്ങളാണെങ്കിൽ ഭഗവാൻ തന്നെയായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ചൈതന്യ മഹാപ്രഭു എന്നാൽ ചൈതന്യ മഹാപ്രഭു അതുകൊണ്ടും പിന്നെ മാത്രമല്ല ലീലയുടെ ലീലയിൽ നമ്മൾ നോക്കുവാണെങ്കിലും പ്രായം കൊണ്ടും ഒരുപാട് മുതിർന്നതാണ് ശ്രീ അദ്വൈതാചാര്യ. ശ്രീ ചൈതന്യ മഹാപ്രഭു എപ്പോഴും അദ്ദേഹത്തെ ബഹുമാനിക്കുമായിരുന്നു. അദ്വൈതാചാര്യയ്ക്കാണെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ സേവകൻ എന്നുള്ളൊരു ഭാവമായിരുന്നു. എന്നാൽ മഹാപ്രഭു ഒരിക്കലും ആ ഒരു അവസരം കൊടുക്കുന്നില്ല. മഹാപ്രഭു എപ്പോഴും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് അദ്വൈത ആചാര്യക്ക് ഒരു സേവകൻ എന്നുള്ള രീതിയിൽ മഹാപ്രഭുവിനെ സെർവ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാര്യം മഹാപ്രഭു അങ്ങോട്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭു എപ്പോഴും അദ്വൈതാചാര്യയെ സെർവ് ചെയ്യുന്നു. ആ ഒരു ഭാവത്തിലാണ് എപ്പോഴും. എന്നാൽ അദ്വൈതാചാര്യയുടെ ഭാവം എന്താണ്? ആക്ച്വലി അദ്ദേഹം ആഗ്രഹിക്കുന്നത് മഹാപ്രഭുവിന്റെ സേവകനായിട്ട് ആണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു കുറുമ്പ് കാണിക്കും അദ്വൈതാചാര്യ എന്ത് ചെയ്യും? മഹാപ്രഭു എപ്പോഴും അദ്വൈത ആചാര്യനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് ചെയ്യാൻ അവസരം കിട്ടുന്നില്ല. കാര്യം ഒരുപാട് ബഹുമാനം കൊടുക്കുന്നു. എങ്ങനെയെങ്കിലും ഈ ബഹുമാനം കളയണം, എന്നാലേ ചൈതന്യ മഹാപ്രഭു
എന്നെ അല്ലെങ്കിൽ എനിക്ക് ആ ചൈതന്യ മഹാപ്രഭുവിന് എന്നോടുള്ള ആ ഒരു ബഹുമാനം കംപ്ലീറ്റ്ലി കളയണം, എന്നാലേ ഈ ഭാവം തിരിയുള്ളൂ, മാറുള്ളൂ എന്നുള്ളൊരു ചിന്ത അദ്വൈതാചാര്യക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ശുദ്ധഭക്തനായിട്ടുള്ള അദ്വൈതാചാര്യ, ഭഗവാന്റെ വിസ്തരണമായിട്ടുള്ള അദ്വൈതാചാര്യ, മായാവാദം ഫിലോസഫി അദ്ദേഹം പ്രചരണം പ്രചരണം ചെയ്യുമല്ല, ആക്ച്വലി മായാവാദം ഫിലോസഫിയുടെ ക്ലാസ്സുകളൊക്കെ എടുത്തു തുടങ്ങി അദ്ദേഹം. ഈ ഒരു ന്യൂസ് ആർക്ക് കിട്ടി? ചൈതന്യ മഹാപ്രഭുവിന് കിട്ടി. കാര്യം ഇവരുടെ പാർഷദരെല്ലാവരും വന്ന് പറഞ്ഞു, അദ്വൈതാചാര്യ ആള് മാറി, നമ്മുടെ കൂടെ നിന്ന് ഇപ്പോൾ മായാവാദം ഫിലോസഫിയാണ്, മായാവാദം ആണ് പറയുന്നത്, മായാവാദം ഫിലോസഫി അദ്ദേഹം പ്രചരിപ്പിക്കുന്നു, അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുന്നു, ആ തത്വം പറയുന്ന മായാവാദ തത്വം. ഇതങ്ങ് കേട്ടപ്പോൾ, ചൈതന്യ മഹാപ്രഭു ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ദേഷ്യം വന്നു. മായാവാദം മഹാപ്രഭുവിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. കാര്യം മായാവാദികൾ അപരാധികളാണെന്ന് ചൈതന്യ മഹാപ്രഭു എപ്പോഴും പറയാറുണ്ട്. കാര്യം അത് സത്യമാണ്. കാര്യം ജീവതത്വത്തെയും ഭഗവത് തത്വത്തെയും ഭഗവാനും ഒന്നാണെന്ന് പറയുന്ന എത്രയും വലിയ അപരാധം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് ഭഗവാൻ അവതാരം എടുത്ത് വരുന്ന സമയത്ത് ഭൗതിക ശരീരം സ്വീകരിക്കുന്നു എന്നും അവർ പറയുന്നു. അതും വലിയൊരു അപരാധമാണ്. ഇങ്ങനെ ഒരുപാട് അപരാധങ്ങളും ഒരുപാട് പോരായ്മകളുണ്ട് ആ ഫിലോസഫിയിൽ. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഇത് സംഭവിച്ച സമയത്ത് ചൈതന്യ മഹാപ്രഭു ദേഷ്യം വന്ന് ഓടി അദ്വൈതാചാര്യരുടെ വീട്ടിലേക്ക്. ദേഷ്യം വന്നിട്ട് പോകുമ്പോൾ മഹാപ്രഭുവിനെ കണ്ടു. ചൈതന്യ മഹാപ്രഭുവിനെ അദ്വൈതാചാര്യ വരുന്നത് കണ്ടു. അപ്പൊ അദ്വൈതാചാര്യ വ്യാസാസനത്തിലിരുന്ന് ക്ലാസ് എടുക്കുവാണ്. എന്ത് ക്ലാസ്സാണ്? ഭാഗവതമാണ്, പക്ഷെ മായാവാദം. ശാസ്ത്രങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, പക്ഷെ മായാവാദം രീതിയിലാണ് കംപ്ലീറ്റ്ലി പറയുന്നത്. അതങ്ങ് അപ്പോൾ മഹാപ്രഭുവിനെ കണ്ട സമയത്ത് ഇദ്ദേഹം ഒന്നും കൂടെ കൂട്ടി. എന്താണ് വ്യത്യാസം? നമ്മളും ഭഗവാനും തമ്മിൽ എന്താണ് വ്യത്യാസം? എല്ലാം ഒരേ തത്വമാണ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പിന്നെ ഭഗവാൻ എങ്ങനെ രൂപം ഉണ്ടാവും? ഭഗവാന് രൂപം ഉണ്ടാവില്ല. രൂപം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു അദ്ദേഹം ഭഗവാൻ ആണെങ്കിൽ അദ്ദേഹത്തെ ഒരു രൂപത്തിൽ എങ്ങനെ നമുക്ക് ഒതുക്കാൻ സാധിക്കും? അദ്ദേഹം സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയായിട്ടുള്ള അദ്ദേഹത്തിന് എങ്ങനെ നമ്മൾ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? അതുകൊണ്ട് ചുരുക്കം പറയുകയാണെങ്കിൽ കൺക്ലൂഷൻ ഇതാണ്, അദ്ദേഹത്തിന് രൂപമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മഹാപ്രഭുവിനെ കണ്ടപ്പോൾ ഒന്നും കൂടെ കൂട്ടി, അതിന്റെ ഡോസ് കൂട്ടിയും. ചൈതന്യ മഹാപ്രഭുവിന് അങ്ങ് ദേഷ്യം വന്നു, നേരെ ഓടി. ദേഷ്യം വന്നിട്ട് ആരുടെ അടുത്തേക്ക്? അദ്വൈതാചാര്യ ഓടി. അവിടുന്ന് വ്യാസാസനത്തിൽ എഴുന്നേറ്റ് അദ്ദേഹം ഓടി. പുറകെ മഹാപ്രഭു ഓടുന്നു. മഹാപ്രഭു പറയുന്നുണ്ട്, അവിടെ നിൽക്കൂ, ഞാൻ ഇന്ന് ശരിയാക്കി, ഞാൻ ഇന്ന് കൊല്ലും, നിങ്ങളെ കൊല്ലും. മായാവാദം നിങ്ങൾ പ്രചരിപ്പിക്കുകയാണോ? നമ്മുടെ കൂടെ നടന്ന് എല്ലാം ചെയ്ത് നമ്മൾ കീർത്തനം ചെയ്യുന്നുണ്ട്, സങ്കീർത്തനം, എല്ലാ പരിപാടികളും ഒരുമിച്ച് ചെയ്ത് ഇപ്പോൾ മായാവാദം, ഇടയിൽ വന്ന് മായാവാദം നിങ്ങൾ പ്രചരിപ്പിക്കുകയാണോ എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് നിങ്ങളെ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഓടുന്നത്. അദ്വൈതാചാര്യ ഓടുന്നു, പിന്നാലെ മഹാപ്രഭു ഓടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്വൈതാചാര്യക്ക് ഇതാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്, മഹാപ്രഭു എന്നെ എങ്ങനെയെങ്കിലും ശകാരിക്കണം. കാര്യം എപ്പോഴും അദ്ദേഹം ബഹുമാനത്തോടു കൂടി അച്ഛൻ അല്ലെങ്കിൽ ഗുരുസ്ഥാനത്താണ് എന്നെ കാണുന്നത്, ഗുരുവിന്റെ സ്ഥാനമാണ് കൊടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈശ്വരപുരി മഹാരാജ്, ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരു ഈശ്വരപുരി എന്ന് പറയുന്നത് അദ്വൈതാചാര്യയുടെ ഗോഡ് ബ്രദർ ആണ്. കാര്യം അവരുടെ രണ്ടുപേരുടെയും ആത്മീയ ഗുരു ശ്രീപാദ് മാധവേന്ദ്രപുരിയാണ്. അപ്പോൾ ഈശ്വരപുരി മഹാരാജിന്റെ ഗോഡ് ബ്രദർ ആയിട്ടുള്ള അദ്വൈതാചാര്യയെ ഗുരുസ്ഥാനത്താണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിൽ എപ്പോഴും അങ്ങോട്ട് ബഹുമാനമേ കൊടുക്കുന്നുള്ളൂ. എന്നാൽ അദ്വൈതാചാര്യക്ക് അറിയാം ചൈതന്യ മഹാപ്രഭു പരമദിവ്യതമ പുരുഷനാണ് എന്നുള്ളത്. തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസരമാണ് ഇപ്പോൾ നോക്കുന്നത്. അങ്ങനെ ഓടിച്ച് അവസാനം ഇദ്ദേഹം പിടികൊടുത്താൽ അറിയാം മഹാപ്രഭു അടിക്കുന്നു. എന്നാൽ ആ അടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ അടി കിട്ടാനും ശകാരിക്കാനും വേണ്ടിയിട്ടാണ് അദ്വൈതാചാര്യ ഈ പണിയെല്ലാം ചെയ്തത്, മായാവാദം പ്രചരിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹം പിടികൊടുക്കുന്നു, മഹാപ്രഭു അടുത്ത് വന്നു, മഹാപ്രഭു അടിക്കുന്നു. തമാശയല്ല, കുറച്ച് സീരിയസ് ആണ്. എന്നാലും അറിയാം അദ്ദേഹത്തിന് ഇതെല്ലാം ലീലയുടെ ഭാഗമാണ്. അങ്ങനെ ഒരുപാട് ശകാരിക്കുമ്പോൾ സന്തോഷമായി അദ്വൈതാചാര്യക്ക് സന്തോഷം കൊണ്ട് അദ്ദേഹം മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ വീണുകൊണ്ട് മഹാപ്രഭുവിന്റെ പാദങ്ങൾ പിടിച്ചു പറഞ്ഞു, എനിക്കിത് മതി, എന്റെ ജീവിതം ഇപ്പോൾ സമ്പൂർണമായി, ഇതായിരുന്നു എനിക്ക് സാധിക്കാതിരുന്നത്. അങ്ങനെ ശകാരിച്ചപ്പോൾ
ഈ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം മഹാപ്രഭുവിന്റെ പാദങ്ങൾ പിടിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു ലീല നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അദ്വൈതാചാര്യ ഭഗവത് സ്വരൂപമാണ്, ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് മഹാപ്രഭുവിനും അറിയാം. അദ്വൈതാചാര്യ അപ്പോൾ അങ്ങനെയുള്ള അദ്വൈതാചാര്യ ഇങ്ങനെ എന്തെങ്കിലും ഫിലോസഫി, തെറ്റായിട്ടുള്ള ഫിലോസഫി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സഹിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ, കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യയെ ബഹുമാനിക്കുന്നു. അദ്വൈതാചാര്യ ആക്ച്വലി ഭഗവാന്റെ സേവകനാണ്, പക്ഷെ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു അവസരം അദ്ദേഹം തന്നെ പ്ലാൻ ചെയ്ത് എടുക്കുന്നു. ഓക്കെ, ഇവിടെ പറയുന്നില്ല, അത് വേറെ സെക്ഷനിലാണ് ആക്ച്വലി ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തായാലും ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, 148 ആചാര്യ ഘോഷാനീര തത്വ നയായ കഥന കൃഷ്ണ അവതാരിയേ ഹോ താരില ഭുവന. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആചാര്യ ഗോസനീര തത്വനയായ കഥന കൃഷ്ണ അവതാരിയൻ ഹോ താരില ഭുവന. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭാതിക്ക് ജയ്. അദ്വൈത ആചാര്യന്റെ തത്വം വിവരിക്കാൻ എനിക്ക് കഴിവില്ല. കൃഷ്ണ ഭഗവാന്റെ പുനരവതാരം സാധ്യമാക്കിക്കൊണ്ട് അവിടുന്ന് ലോകത്തെ മുഴുവൻ മോചിപ്പിച്ചിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, അദ്വൈതാചാര്യയെ കുറിച്ച് എനിക്ക് മുഴുവനും ഇവിടെ പറയാൻ സാധിക്കില്ല. കാര്യം അദ്വൈതാചാര്യ പരമദിവ്യത്വം പുരുഷൻ കൃഷ്ണന്റെ വിസ്തരണമാണ്. അദ്ദേഹം അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, കൃഷ്ണൻ ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കുമായിരുന്നു. ആ കൃഷ്ണനെ താഴോട്ട് വിളിക്കുന്നു. അദ്വൈതാചാര്യാണ് താഴോട്ട് വിളിക്കുന്നത്. കാര്യം അദ്വൈതാചാര്യ കരഞ്ഞുകൊണ്ട് ശാലിഗ്രാം ശിലയിൽ തുളസി ദളവും ഗംഗാജലവും ഉപയോഗിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങ് അവതാരം എടുത്തേ മതിയാവൂ, അങ്ങ് ഇങ്ങോട്ട് വരണം, അങ്ങ് വരണം എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുകയായിരുന്നു. തുളസീദള മാത്രേന ജലസ്യ ചുലുക്കേനവ വിക്രീണിതേ സ്വ ആത്മാനം. ഓക്കെ, 4ാമത്തെ വരി. ഭക്തേഭ്യോ ഭക്തവത്സല. വിക്രീണിതേ സ്വ ആത്മാനം ഭക്തേഭ്യോ ഭക്തവത്സല. ഭക്തവത്സലായിട്ടുള്ള ഭഗവാൻ ആക്ച്വലി തുളസീദളം കൊണ്ടും ഗംഗാജലവും കൊണ്ടും അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന പറയുന്നത് ഭഗവാൻ ഭക്തവത്സലാണ്. അഹം ഭക്ത പരാധീനോ ഹി അസ്വതന്ത്ര ഇവദ്വിജ സാധുബീർ ഗ്രസ്ത ഹൃദയം ഭക്തേർ ഭക്ത ജനപ്രിയ. ശ്രീമദ് ഭാഗവതം 9ാമത്തെ സ്കന്ധം. ദുർവാസ മുനിയും വിഷ്ണുവും തമ്മിലുള്ള കോൺവെർസേഷൻ അംബരീഷ് മഹാരാജാവിന്റെ ചരിത്രത്തിൽ വരുന്നു. ഇവിടെയൊക്കെ കാണാം ഭഗവാൻ ഭക്തരുടെ അധീനതയിൽ വരുന്നു. ഭക്തിയുത സേവനങ്ങൾ ചെയ്ത ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ. ഇവിടെ അതേപോലെയായിരുന്നു. അദ്വൈതാചാര്യ കരഞ്ഞുകൊണ്ട് വിളിക്കുകയായിരുന്നു. അവസാനം ഭഗവാന് വരാതിരിക്കാൻ പറ്റിയില്ല. ചൈതന്യ മഹാപ്രഭു പിന്നീട് അവസരങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ അവിടെ സമാധാനമായിട്ട്, അദ്ദേഹം പറയുന്നത്, ഞാൻ സമാധാനപരമായിട്ട് ശ്വേതദ്വീപിൽ അവിടെ വിശ്രമിക്കുകയായിരുന്നു, അവിടെ നിന്ന് എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തി എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്വൈതാചാര്യ. അതാണ് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്, എന്നെ കൊണ്ട്, എന്റെ കഴിവിന് അപ്പുറത്താണ്. അദ്ദേഹത്തെ പ്രകീർത്തിക്കാൻ, അദ്ദേഹത്തെ സ്തുതിക്കാൻ എനിക്ക് സാധിക്കില്ല. കാര്യം അദ്ദേഹം എന്റെ ഇതിനും കഴിവിനും അപ്പുറത്താണ്. നിത്യാനന്ദ സ്വരൂപ പൂർവേ ഹായ ലക്ഷ്മണ ലഘു ഭ്രാതായ കരേ രാമേര സേവന. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിത്യാനന്ദ സ്വരൂപ പൂർവേ ഹൈയ ലക്ഷ്മണ ലഘു ഭ്രാത ഹൈയ കരേ രാമേര സേവന. വിവർത്തനം and ഭാവാർത്ഥം by His Divine Grace A.C. Bhaktivedanta Swami Prabhupada. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. നിത്യാനന്ദ സ്വരൂപൻ മുമ്പ് ലക്ഷ്മണനായി പ്രത്യക്ഷപ്പെടുകയും ശ്രീരാമചന്ദ്രന്റെ ഇളയ സഹോദരൻ എന്ന നിലയിൽ അവിടുന്ന് സേവിക്കുകയും ചെയ്തിരുന്നു. ഭാവാർത്ഥം.
ശങ്കര സമ്പ്രദായത്തിലെ സന്യാസിമാർക്കിടയിൽ ബ്രഹ്മചാരികൾക്ക് വ്യത്യസ്ത നാമധേയങ്ങളുണ്ട്. ഓരോ സന്യാസിക്കും സന്യാസിയുടെ പേരനുസരിച്ച് വിവിധ പേരുകളിൽ വിളിക്കപ്പെടുന്ന ബ്രഹ്മചാരിണികൾ എന്ന് അറിയപ്പെടുന്ന കുറെ സഹായികളുണ്ട്. അത്തരം ബ്രഹ്മചാരികൾക്കിടയിൽ സ്വരൂപൻ, ആനന്ദൻ, പ്രകാശൻ, ചൈതന്യൻ എന്നിങ്ങനെ 4 നാമങ്ങളുണ്ട്. നിത്യാനന്ദ പ്രഭു ബ്രഹ്മചാരിയായിരുന്നു. അവിടുന്ന് ഒരിക്കലും സന്യാസം സ്വീകരിച്ചില്ല. ഒരു ബ്രഹ്മചാരി എന്ന നിലയിൽ അവിടുത്തെ നാമം നിത്യാനന്ദ സ്വരൂപൻ എന്നായിരുന്നു. അതുകൊണ്ട് ശങ്കര സമ്പ്രദായത്തിലെ തീർത്ഥ, ആശ്രമ എന്നീ സന്യാസി വിഭാഗങ്ങളിൽപ്പെട്ട ആരുടെയോ കീഴിലായിരിക്കണം അവിടുന്ന് ജീവിച്ചിരുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. കാരണം ഈ 2 വിഭാഗങ്ങളിൽ പെടുന്ന സന്യാസിമാരുടെ കീഴിലുള്ള ബ്രഹ്മചാരി സഹായങ്ങളിൽ പെടുന്നതാണ് സ്വരൂപ എന്ന സംജ്ഞ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിത്യാനന്ദ സ്വരൂപ, ഇവിടെ പറയുന്ന നിത്യാനന്ദ സ്വരൂപ എന്ന് ഇവിടെ പറയുന്ന നിത്യാനന്ദ പ്രഭുവിനെയാണ്. അദ്ദേഹം ലക്ഷ്മണൻ തന്നെയാണ്, ബലരാമൻ തന്നെയാണ് അല്ലെ. ലക്ഷ്മണനായിട്ട് അദ്ദേഹം വന്ന് ശ്രീരാമചന്ദ്ര ഭഗവാനെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലീലയിൽ. ഇവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ ശ്രീരാമചന്ദ്ര ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ ബലരാമനായിട്ട് നിത്യാനന്ദ പ്രഭു ഓൾറെഡി ഉണ്ട്. ശ്രീരാമചന്ദ്രൻ വന്ന സമയത്ത് ലക്ഷ്മണനായിട്ട് അദ്ദേഹം വരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു വരുമ്പോൾ അദ്ദേഹം ശ്രീ നിത്യാനന്ദ പ്രഭുവായി വരുന്നു. അതാണ് നമുക്കറിയാം. ഇവിടെ ശീലപ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, നിത്യാനന്ദ പ്രഭു ആക്ച്വലി സന്യാസം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം എന്നാൽ ഒരു ബ്രഹ്മചാരി പോലെയായിരുന്നു. അദ്ദേഹം അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. എന്നാൽ പിന്നീട് അദ്ദേഹം ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം ചൈതന്യ മഹാപ്രഭു പറഞ്ഞതിന് ശേഷം അതുവരെ അദ്ദേഹം ഒരു അവധൂതനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്ഥാടനം ചെയ്യുന്നു. നിത്യാനന്ദ പ്രഭുവിനെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ നിത്യാനന്ദ പ്രഭുവിനെ തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങളൊക്കെ വളരെ ഗംഭീരമാണ്. വളരെ അധികം ആഭരണങ്ങളൊക്കെ ധരിക്കും. അദ്ദേഹം വിരക്തനാണ്, 100% വിരക്ത ചൂടാമണിയാണ് അദ്ദേഹം. നമുക്കറിയാം, വിരക്ത ചൂടാമണിയാണ്. പക്ഷെ അദ്ദേഹം ആഭരണങ്ങളൊക്കെ ധരിക്കുന്നു. കഴുത്തിലും ഒക്കെ മാലയുണ്ടാവും, കഴുത്തിൽ കാതിൽ കമ്മലും ഉണ്ടാവും. അതേപോലെ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഉള്ള ഒരു രൂപമാണ്. ഫുള്ളി ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം എന്ത് പറയും, എന്ത് ചെയ്യും ഒന്നും അറിയില്ല. കാര്യം അദ്ദേഹത്തിന്റെ ലീലകളൊക്കെ അങ്ങനെയാണ്. ഒരുപാട് ആളുകൾക്ക് തോന്നിയിട്ടുണ്ട് ഈ നിത്യാനന്ദ പ്രഭു എന്താ ഇങ്ങനെ. പക്ഷെ അത് അപരാധമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ ഒരു എസ്റ്റസിയാണ്, അദ്ദേഹത്തിന്റെ ഒരു ഉന്മാദമാണ്. കാര്യം കൃഷ്ണാവബോധത്തിൽ അല്ലെങ്കിൽ കൃഷ്ണപ്രേമത്താൽ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും കൃഷ്ണപ്രേമമാണ്. അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിനും അറിയില്ല. അതാണ് അദ്ദേഹത്തിന്റെ സ്വരൂപം. ഇവിടെ പറയുന്നു സ്വരൂപ, നിത്യാനന്ദ സ്വരൂപ എന്ന് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം സ്വരൂപ എന്ന് പറയുന്നത് ഒരു സന്യാസി സമ്പ്രദായത്തിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മചാരികൾക്ക് അങ്ങനെ പേര് സർനെയിം പോലെ കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് ആയിരിക്കാം എന്നാണ് ഇവിടെ ശീലപ്രഭാത് പറയുന്നത്. ഈവൻ ചൈതന്യ എന്ന് പറയുന്നതും ആക്ച്വലി ഒരു സമ്പ്രദായത്തിൽ, സന്യാസ സമ്പ്രദായത്തിന്റെ കീഴിലുള്ള ബ്രഹ്മചാരികളുടെ പേരാണ് ചൈതന്യ എന്നുള്ളത്. അല്ലെങ്കിൽ ആ ഒരു സർനെയിം, ആ ഒരു ടൈറ്റിൽ കിട്ടുന്നതാണ്. ചൈതന്യ മഹാപ്രഭു അദ്ദേഹം സന്യാസം സ്വീകരിച്ചതിന് ശേഷവും അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മാറ്റുന്നില്ല. മുമ്പുള്ള പേര് തന്നെയാണ് അദ്ദേഹം ഫോളോ ചെയ്തത്. അതായത് ബ്രഹ്മചാരി ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രഹ്മചാരികൾക്കുള്ള ആ പേര് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ നിത്യാനന്ദ പ്രഭു അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത ശ്ലോകം. രാമേര ചരിത്ര സഭ ദുഃഖേര കാരണ സ്വതന്ത്ര ലീലായ ദുഃഖ സഹേന ലക്ഷ്മണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രാമേര ചരിത്ര സഭ ദുഃഖേര കാരണ സ്വതന്ത്ര ലീലായ ദുഃഖ സാഹേന ലക്ഷ്മണ. വിവർത്തനം എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. രാമചന്ദ്ര ഭഗവാന്റെ പ്രവർത്തികളെല്ലാം ദുഃഖപൂർണമായിരുന്നു. പക്ഷേ ലക്ഷ്മണൻ പൂർണ്ണ മനസ്സോടെ അവയെല്ലാം സഹിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് രാമലീല അറിയാം, രാമായണം കേട്ടിട്ടുണ്ട്. സോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരെ കടന്നുപോയിട്ടുണ്ട് അല്ലെ. സീതാദേവിയെ തട്ടിക്കൊണ്ടുവന്നതിന് ശേഷമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ലക്ഷ്മണൻ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ കൂടെ പോകുന്നു. അദ്ദേഹത്തിന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അദ്ദേഹത്തിനോട് കാട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടില്ല ആരും.
അദ്ദേഹം സ്വമനസാലെ ആ ഒരു തീരുമാനം എടുക്കുന്നതാണ്. എന്റെ ജ്യേഷ്ഠൻ പോയി കഴിഞ്ഞാൽ ഞാൻ കൂടെ പോകും. കാര്യം അദ്ദേഹത്തിന്റെ ജീവനാണ്. അദ്ദേഹത്തിന്റെ ജീവനേക്കാളും അദ്ദേഹം എല്ലാവരെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്, കാര്യം ഇതൊക്കെ നിത്യലീലകളാണ്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് ഭഗവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീരാമനെയാണ്. സോ അദ്ദേഹത്തിന് കൂട്ടിന് വേണ്ടി അദ്ദേഹം കൂടെ പോകുന്നു. കേട്ടിട്ടുണ്ട്, ഒരുപാട് സഹിച്ചു അദ്ദേഹം. വനവാസം ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പോലും അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. വർഷങ്ങൾ, 14 വർഷം ഉറങ്ങാതെ ഒരാൾ കാവൽ നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ലെവൽ ഓഫ് സറണ്ടർ ആണ് നോക്കൂ. എന്ത് സ്നേഹമാണത്. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യം. ഒരു ചെറിയ രീതിയിൽ പോലും ഭഗവാൻ ശ്രീരാമന് ഒരു ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ അങ്ങനെയായിരുന്നു പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പ്രൊട്ടക്ഷൻ ആണെങ്കിലും സേവനമാണെങ്കിലും, സംരക്ഷണവും സേവനവും. ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാം ലക്ഷ്മണൻ ചെയ്തു കൊടുക്കും. അപാരം. സോ അതാണ് അദ്ദേഹത്തിന്റെ ഭാവം. രാമായണത്തിലെ ഓരോ ക്യാരക്ടേഴ്സും അങ്ങനെയാണ്. പറയാൻ നമുക്ക് വാക്കുകളില്ല. അത്രമാത്രം അതിനുള്ള യോഗ്യതയുമില്ല. അത്രമാത്രം ഹൈ ലെവലാണ് അവരൊക്കെ. ഭരതനെ എടുക്കുവാണെങ്കിലും ലക്ഷ്മണനെ എടുക്കുവാണെങ്കിലും ഭഗവാൻ ശ്രീരാമനെ എടുക്കുവാണെങ്കിലും അവരൊക്കെ പറയാൻ നമ്മുടെ വാക്കുകളിൽ ഒതുങ്ങാത്ത ക്വാളിറ്റീസ് ആണ് അവർക്കുള്ളത്. മനോഹരം. അടുത്ത ശ്ലോകം. നിഷേധ കരിത്തെ നാരേ യാത്തെ ചോട്ട ഭായ് മൗനധാരി രഹേ ലക്ഷ്മൺ മനെ ദുഃഖ പായ്. ഹരേ കൃഷ്ണ പ്രഭു. നിഷേധ കരിതെ നാരേ യാത്തെ ചോട്ടാ ഭായി മൗനധരി രഹേ ലക്ഷ്മണ മനെ ദുഃഖ പായി. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭയെ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഇളയ സഹോദരൻ എന്ന നിലയിൽ അവിടുന്ന് രാമചന്ദ്ര ഭഗവാന്റെ തീരുമാനങ്ങളെ എതിർക്കാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ മനസ്സിൽ അസന്തുഷ്ടിയോടെ ആണെങ്കിലും അവിടുന്ന് നിശബ്ദനായി കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഒരു കാരണവശാലും ശ്രീരാമനെ അദ്ദേഹം വിഷമിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്ത് പറയുന്നു അത് ചെയ്യും. നമുക്കറിയാം, സീതാദേവി തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് രാവണൻ പറ്റിച്ചു കൊണ്ടുപോകുന്നു അല്ലെ. ഇപ്പോൾ മാനിന്റെ പുറകിൽ ഭഗവാൻ പോകുമ്പോൾ, ശ്രീരാമചന്ദ്ര ഭഗവാൻ പോകുമ്പോൾ ലക്ഷ്മണനെ ഏൽപ്പിച്ചാണ് പോകുന്നത്. ലക്ഷ്മണനെ ഏൽപ്പിച്ചു പോകുന്നു. ലക്ഷ്മണനോട് പറയും, നീ ഇവിടെ തന്നെ നിൽക്കണം, ഞാൻ പോയിട്ട് വരാം. എന്തൊക്കെ സംഭവിച്ചാലും നീ വരരുത്, ഇവിടെ സീതാദേവിയുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നീട് അവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം. അല്ല, ഇത് തട്ടിക്കൊണ്ടുപോകുന്നേക്കാൾ മുമ്പ് നടക്കുന്ന സംഭവം. അപ്പോൾ മാരീചൻ അവിടെ കളിപ്പിക്കുന്നു അല്ലെ. ശബ്ദം, അത് ശ്രീരാമന്റെ ശബ്ദത്തിൽ ഉറക്കെ ശബ്ദമുണ്ടാക്കി പറയുന്നു അപകടത്തിലാണ് എന്നുള്ളത്. സീതാദേവി ലക്ഷ്മണനോട് പറയുന്നു, പോയി നോക്കാൻ പറയുന്നു. ലക്ഷ്മണൻ പറയുന്നു, പോവേണ്ട ആവശ്യമില്ല, എന്റെ ജ്യേഷ്ഠൻ ഒന്നും സംഭവിക്കില്ല. അദ്ദേഹം ആരാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, തൊടാൻ സാധിക്കില്ല എന്റെ ജ്യേഷ്ഠനെ, അതെനിക്കറിയാം. അതുകൊണ്ട് പേടിക്കേണ്ട, ഇത് ആരോ ഏതോ രാക്ഷസൻ പറ്റിക്കുന്നതാണ് എന്ന് പറഞ്ഞു. സീതാദേവി സമ്മതിച്ചില്ല അല്ലെ. ആ കഥ നമുക്കറിയാം. സീതാദേവി കുറച്ച് വിഷമിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു. ലക്ഷ്മണൻ ആർക്കും സഹിക്കാൻ പറ്റാത്ത കുറച്ച് വാക്കുകൾ. കാര്യം, നിന്റെ ജ്യേഷ്ഠൻ മരിച്ചതിന് ശേഷം നിനക്കെന്നെ വിവാഹം കഴിക്കാനല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. തകർന്നുപോയി ലക്ഷ്മണൻ, തകർന്നുപോയി. കാര്യം, സീതാദേവിയുടെ തൃപ്പാദങ്ങളല്ലാതെ മുകളിലോട്ട് മുഖത്ത് പോലും നോക്കാത്ത ഒരു വ്യക്തിയാണ് ലക്ഷ്മണൻ. അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി. ഇതുവരെ മുഖത്തേക്ക് നോക്കില്ല. അത്രയും റെസ്പെക്റ്റ് ആണ്. അമ്മയേക്കാൾ സ്നേഹമാണ്, അമ്മയേക്കാൾ വലിയ സ്ഥാനമാണ് അദ്ദേഹം കൊടുത്തിരുന്നത് സീതാദേവിക്ക്. തൃപ്പാദങ്ങളുടെ മുകളിലേക്ക് നോക്കാത്ത വ്യക്തി. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വജ്രായുധം വന്ന പോലെയായിരുന്നു ഈ വാക്കുകൾ. അതും ഒരുപാട് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദ്യം ചോദിച്ചാലോ, ഇതൊക്കെ ഒരു ലീലയുടെ ഭാഗവും ഒരുപാട് പാഠങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പലതും നമ്മുടെ ശാസ്ത്രങ്ങളിൽ അല്ലെങ്കിൽ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ കാണാൻ സാധിക്കും. അതിനോരോ പർപ്പസ് ഉണ്ട്. എന്താണെങ്കിലും നമ്മൾ അതിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല.
അങ്ങനെ അതും ലക്ഷ്മണൻ സഹിച്ചു. ഒരു വാക്ക് മിണ്ടിയില്ല അദ്ദേഹം, ഒരു വാക്ക് മിണ്ടിയില്ല. എന്നിട്ട് അവിടെ നിന്ന് പോവേണ്ടി വന്നു. കാര്യം ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം എത്രമാത്രം ജ്യേഷ്ഠനെ സ്നേഹിക്കുന്നു അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് സീതാദേവിയെയും. അത്രമാത്രം ബഹുമാനമുണ്ട് സീതാദേവിയോട്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞു നോക്കി, പക്ഷെ ഇത്രയും വേദനിപ്പിക്കുന്ന വാക്കുകൾ കേട്ടിട്ടും അദ്ദേഹം പറഞ്ഞു, എന്നാലും എനിക്ക് കുഴപ്പമില്ല, ദേവി എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, സഹോദരി എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, പക്ഷെ എന്നാലും എന്റെ ജ്യേഷ്ഠനൊന്നും സംഭവിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന് പോവേണ്ടി വന്നു. അതിനുശേഷമാണ് പിന്നെ ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ രാവണൻ വന്ന് തട്ടിക്കൊണ്ടുവന്നു. കഥകളൊക്കെ നമുക്കറിയാം. തിരിച്ച് ശ്രീരാമൻ വന്ന സമയത്ത് ഒരുപാട് ശകാരിച്ചു ലക്ഷ്മണനെ. നിന്നെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്ഥലത്തുനിന്ന്, ഒരു ഭാഗത്തുനിന്ന് സീതാദേവിയുടെ ആ വജ്രായുധം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പോയിട്ടില്ല. അതിന്റെ പുറകിൽ അടുത്ത വജ്രായുധം വരുന്നു ശ്രീരാമചന്ദ്ര ഭഗവാനിൽ നിന്ന്. ശ്രീരാമൻ പറഞ്ഞു, നീ ഇത്രയും അധപതിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വിട്ടു പോകരുത് എന്നുള്ളത്. എനിക്കിനി നിന്നെ കാണണ്ടെന്ന് വരെ പറഞ്ഞു ഭഗവാൻ. ഇപ്പൊ ശ്രീരാമചന്ദ്ര ഭഗവാൻ വരെ അദ്ദേഹവും വിഷമത്തോടു കൂടിയിട്ട്, കാര്യം അദ്ദേഹത്തിന്റെ പ്രിയ പത്നി തട്ടിക്കൊണ്ടുപോയി ലക്ഷ്മണനെ ഏൽപ്പിച്ച കാര്യമാണ്. എത്രമാത്രം വേദനയുണ്ടാവും. ആ വേദന കൊണ്ട് അദ്ദേഹം പറയുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ വജ്രായുധമാണ് അവിടെ ലക്ഷ്മണന്റെ ഹൃദയത്തിൽ തറയ്ക്കുന്നത്. കാര്യം ലക്ഷ്മണൻ വിചാരിച്ച് തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ളതല്ല. അദ്ദേഹം പറഞ്ഞ സത്യമായിരുന്നു, എന്റെ ജ്യേഷ്ഠനൊന്നും സംഭവിക്കില്ല എന്നുള്ളത് സത്യമായിരുന്നു. സീതാദേവിക്ക് മനസ്സിലായില്ല, ആ വാക്കുകൾ കേൾക്കേണ്ടി വന്നു. ഇവിടെ ഇപ്പോൾ തിരിച്ച് ആ ശ്രീരാമനിൽ നിന്ന് അതെല്ലാം കേൾക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര സഹിച്ചു, ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതാണ് ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ ലക്ഷ്മണന്റെ ടോളറൻസിനെ കുറിച്ചും പറയുന്നത്. ലക്ഷ്മണൻ സഹിച്ച പോലെ വേറെ ആരും സഹിച്ചിട്ടുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനിൽ. അദ്ദേഹത്തിന്റെ എല്ലാമാണ്. ജീവനേക്കാൾ സ്നേഹിക്കുന്ന ശ്രീരാമന്റെ വായിൽ നിന്ന്, തിരുമുഖത്തിൽ നിന്ന് വാക്കുകളും വന്നപ്പോഴും അദ്ദേഹം തകർന്നു. പക്ഷെ പുറമേ കാണിച്ചില്ല. അദ്ദേഹത്തിന്റെ വിഷമവും സങ്കടവും ഒക്കെ, ഒരു കണ്ണുനീര് പോലും പുറത്തു വരാതെ അദ്ദേഹം സഹിച്ചു. എന്നിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ ശ്രീരാമചന്ദ്ര ഭഗവാനെ സഹായിക്കാനുള്ള ഭാവത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. പിന്നെ അവര് മുന്നോട്ട് പോകുന്നു. സോ അതാണ് ലക്ഷ്മണൻ. ആ ലക്ഷ്മണനാണ് നമ്മുടെ നിത്യാനന്ദ പ്രഭു. എന്നാൽ ഇവിടെ ഈ ലീലയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാവത്തിന് കുറച്ച് വ്യത്യാസമുണ്ട്. ലക്ഷ്മണൻ അവിടെ ടോളറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലക്ഷ്മണന് ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കുമ്മയായിരുന്നു. മൂക്കത്താണ് ശുണ്ഠി എന്ന് പറയുന്ന പോലെ. ഭരതൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വാളെടുത്തു. ഭരതന് രാജ്യം വേണം എന്നുള്ള ആഗ്രഹത്താലാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള വിവരം, അങ്ങനെയുള്ളൊരു ന്യൂസ് വന്നപ്പോൾ ലക്ഷ്മണൻ ആദ്യം വാളെടുക്കുന്നു. ഭരതൻ അവനെ ഞാനിന്ന് അവസാനിപ്പിക്കുന്നു പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ ഒരു പ്രോമിസ്, അല്ലെ, അച്ഛൻ ഇത് കൈകേയി ദേവിക്ക് ഈ വരം അല്ലെങ്കിൽ ആ കൈകേയി ദേവി ചോദിച്ച കാര്യം ചെയ്തോളാൻ ഒരു സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അച്ഛന്റെ തലയെടുക്കാൻ വരെ വാളെടുത്ത പാർട്ടിയാണ്. ദേഷ്യമൊന്നും അദ്ദേഹത്തിന്. ശ്രീരാമൻ പിടിച്ചു, അനങ്ങരുത്, എവിടെയും പോകരുത്, ഇതാണ് തീരുമാനം, അച്ഛന്റെ തീരുമാനം, ഇതാണ് നിശ്ചയം. സോ അങ്ങനെ തന്നെ നടക്കട്ടെ. അതേപോലെ തന്നെ ഭരതന്റെ ആഗ്രഹം കൂടെ ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് ദേഷ്യം വന്നു അദ്ദേഹത്തിന്. പിന്നീട് ഇവര് കാട്ടിലിരിക്കുന്ന സമയത്ത് ഭരതൻ ഇവരെ അന്വേഷിച്ചു വരുന്നു, അല്ലെ? ആ കഥയൊക്കെ മനോഹരം. രാമായണം പറഞ്ഞാൽ രാമായണം ക്ലാസ് അല്ല, ചൈതന്യ ലീലയാണ്. എന്നാലും ഇതെല്ലാം ഓർക്കാൻ സാധിക്കുന്നു. ഭരതൻ വരുന്ന സമയത്ത് അവരെ അന്വേഷിച്ച് വരുമ്പോൾ, കാട്ടിലേക്ക് വരുമ്പോൾ അകലെ നിന്ന് സൈന്യത്തെ കാണും. ഭരതന്റെ പുറകിൽ മുഴുവനും സൈന്യമുണ്ട്, അയോധ്യയിൽ നിന്ന് വരുവാണ്. അത് കണ്ടപ്പോൾ ലക്ഷ്മണൻ വാളെടുത്തു. വീണ്ടും അവൻ വീണ്ടും ഇവിടെ നമ്മളെ കാട്ടിലും സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല, അവിടെ നിന്ന് നമ്മളെ ഓടിപ്പിച്ചു അവൻ, ഇപ്പൊ ഇവിടെ കാട്ടിലും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഇറങ്ങി വെട്ടാൻ വേണ്ടി, കഴുത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ പിടിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഭരതൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല.
നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഭരതനെ. നിനക്ക് ഭരതന്റെ മനസ്സറിയില്ല, എനിക്ക് അവനെ അറിയാം, അവൻ ഒരിക്കലും ചിന്തിക്കില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പറയുന്നത് വല്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു ശ്രീരാമനോട് ഇദ്ദേഹത്തിന്, ലക്ഷ്മണന്. അദ്ദേഹം എന്തും സഹിക്കാൻ തയ്യാറായിരുന്നു. ഭഗവാന് വേണ്ടി, ശ്രീരാമന് വേണ്ടി എന്തും ചെയ്യാനും തയ്യാറായിരുന്നു. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ബലരാമൻ, ആ ലക്ഷ്മണൻ തന്നെയാണ് ശ്രീ നിത്യാനന്ദ പ്രഭു. ഇവിടെ അദ്ദേഹത്തിന്റെ ഭാവത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന ആന്തോളനം പ്രചരിപ്പിക്കാൻ വേണ്ടി ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ അവതാരം എടുത്തിട്ടുള്ള അവതാരമാണ് സേവക് ഭഗവാനാണ് ശ്രീ നിത്യാനന്ദ പ്രഭു. കൃഷ്ണ അവതാരെ ജ്യേഷ്ഠ ഹൈല സേവാര കാരണ കൃഷ്ണ കെ കാരായില നാനാ സുഖ ആസ്വാദന. ഹരേ കൃഷ്ണ. കൃഷ്ണ അവതാരേ ജ്യേഷ്ഠ ഹൈല സേവാര കാരണ കൃഷ്ണ കെ കരായില നാനാ സുഖ ആസ്വാദന. വിവർത്തനം ശ്രീല പ്രഭാത് കി ജയ്. കൃഷ്ണാവതാരത്തിൽ അവിടുന്ന് ബലരാമൻ തനിക്ക് തൃപ്തിയാകുവോളം കൃഷ്ണനെ സേവിക്കുന്നതിനും അവിടുന്ന് എല്ലാവിധ സുഖാസ്വാദനങ്ങളും സാധ്യമാക്കുന്നതിനും കൃഷ്ണന്റെ ജ്യേഷ്ഠ സഹോദരായി ആവിർഭവിച്ചു. ഹരേ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണന്റെ അവതാരം എടുത്ത സമയത്തും ബലരാമൻ വന്നു അല്ലെ. കൃഷ്ണന്റെ അവതാരം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പാർശ്വതരെ കൊണ്ടുവരും. ഇവിടെ 5000 വർഷം മുമ്പ് അദ്ദേഹം അവതാരം എടുത്ത സമയത്തും ബലരാമനും കൂടെ ഉണ്ടായിരുന്നു, കൃഷ്ണന്റെ ലീലയിൽ പങ്കെടുത്തിരുന്നു. രാമ ലക്ഷ്മണ കൃഷ്ണ രാമേര അംശ വിശേഷ അവതാര കാലേ ദോഹേ ദോഹാത്തെ പ്രവേശ. ഹരേ കൃഷ്ണ. രാമ ലക്ഷ്മണ കൃഷ്ണ രാമേര അംശ വിശേഷ അവതാര കാലേ ദോഹാതെ പ്രവേശ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശില പ്രഭുപാദ് കി ജയ്. കൃഷ്ണന്റെയും ബലരാമന്റെയും സമഗ്ര വിസ്തരണങ്ങളായ ശ്രീരാമനും ലക്ഷ്മണനും യഥാക്രമം കൃഷ്ണന്റെയും ബലരാമന്റെയും അവതാര സമയത്ത് അവരിൽ പ്രവേശിച്ചു. ഭാവാർത്ഥം: രാമൻ വസുദേവന്റെയും ലക്ഷ്മണൻ സംഘർഷണന്റെയും ഭരതൻ പ്രദ്യുമ്നന്റെയും ശത്രുഘ്നൻ അനിരുദ്ധന്റെയും അവതാരമാണെന്ന് വിഷ്ണു ധർമ്മോത്തരത്തിലെ ഉദ്ധരണിയോടുകൂടി ലഘുഭാഗവതാമൃതം പ്രസ്താവിക്കുന്നു. രാമചന്ദ്രൻ നാരായണനാണെന്നും ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർ യഥാക്രമം ശേഷനും ചക്രവും ശംഖവുമാണെന്നും പത്മപുരാണം വിവരിക്കുന്നു. സ്കന്ദപുരാണത്തിലെ രാമഗീതയിൽ ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരെ ശ്രീരാമന്റെ സേവകത്രയങ്ങളായി വിവരിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീരാമൻ, കൃഷ്ണൻ, ലക്ഷ്മണൻ, ബലരാമൻ അല്ലെ, നമുക്കറിയാവുന്ന, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ലഘു ഭാഗവതാമൃതത്തില് വിഷ്ണു ധർമ്മോത്തര അവിടെ ശ്രീരാമൻ വാസുദേവന്റെ വിസ്തരണമാണെന്നും അല്ലെങ്കിൽ അവതാരമാണെന്നും, ലക്ഷ്മണൻ സംഘർഷണന്റെയും ഭരതൻ പ്രദ്യുമ്നന്റെയും ശത്രുഘ്നൻ അനിരുദ്ധന്റെയും പറയുന്നു. അതേപോലെ പത്മപുരാണത്തിൽ പറയുന്നു ശ്രീരാമചന്ദ്ര ഭഗവാൻ നാരായണനാണ്, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നരൊക്കെ ശേഷൻ, ചക്ര, ശംഖ, ഭഗവാന്റെ നാരായണന്റെ കൈകളിലുള്ള ശംഖ്, ചക്ര, അതേപോലെ ശംഖ്, ചക്രം, ശേഷനാഗം, ഇവരാണ് വിസ്തരണങ്ങൾ. അതുപോലെ വേറെയും ഇവിടെ റെഫറൻസ് പറയുന്നു. സ്കന്ദപുരാണത്തിൽ ലക്ഷ്മൺ, ഭരത, ശത്രുഘ്ന അവരൊക്കെ ഭഗവാന്റെ അവതാരങ്ങളാണ് എന്നുള്ളത്. അപ്പൊ ഇവരൊക്കെ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ് ആക്ച്വലി. നമുക്കറിയാം ഇത്. ഓക്കെ, അടുത്ത ശ്ലോകം. സേയി അംശലായ ജ്യേഷ്ഠ കനിഷ്ഠാഭിമാന अंशांशी रूपे शास्त्रे करये व्याख्यान. हरे कृष्ण. सेय्यं शलेन ज्येष्ठ कनिष्ठाभिमान अंशांशी रूपे शास्त्रे करये व्याख्यान. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണനും ബലരാമനും സ്വയം അനുജനും ജ്യേഷ്ഠനുമായി ആവിർഭവിക്കുന്നു. പക്ഷേ ശാസ്ത്രങ്ങളിൽ അവർ ആദിപുരുഷനായും അവിടുത്തെ ആദ്യ വിസ്തരണമായും വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. താങ്ക് യു. കൃഷ്ണനും ബലരാമനും ബ്രദേഴ്സ് ആണ്. അതേപോലെ നമുക്കറിയാം ഭഗവാൻ കൃഷ്ണന്റെ ആദ്യത്തെ വിസ്തരണമാണ് ബലരാമൻ എന്നുള്ളത്. കൃഷ്ണൻ, ബലരാമൻ ഗോലോക വൃന്ദാവനത്തില് അവരെ ഉണ്ട്. അതേപോലെ അവർ അവതാരങ്ങൾ എടുത്ത് വരുമ്പോഴും
ഒരുമിച്ച് തന്നെ അവർ വരും. ഇപ്പൊ കൃഷ്ണന്റെ ആദ്യത്തെ വിസ്തരണം സ്വയം ഭഗവാൻ കൃഷ്ണന്റെ ആദ്യത്തെ വിസ്തരണമാണ് ശ്രീ ബലരാമൻ. എന്തായാലും രണ്ടുപേരും പരമദിവ്യതമ പുരുഷൻ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മൂർത്തിഷു കലാ നിയമേന തിഷ്ഠാൻ നാനാവതാരമകരോദ് ഭുവനേഷു കിന്തു കൃഷ്ണ സ്വയം സമഭവത് പരമാപുമാന്യോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഹരേ കൃഷ്ണ. രാമാദിമൂർത്തിഷു കലാനിയമേന തിഷ്ഠന്നാനാവതാരമകരോദ്ഭുവനേഷു കിന്തു കൃഷ്ണ സ്വയം സമഭവത് പരമഭൂമാന്യോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. വിവർത്തനമെന്റെ ഭാവാർത്ഥ ശ്രീല പ്രഭുപാദിക്ക് ജയ്. രാമൻ ആദിയായുള്ള നാനാ അവതാരമൂർത്തികളായും അംശാവതാരങ്ങളായും നിലകൊള്ളുകയും ശ്രീകൃഷ്ണ ഭഗവാനായി തന്നെ സ്വയം രൂപത്തിൽ ആവിർഭവിക്കുകയും ചെയ്യുന്ന ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ബ്രഹ്മസംഹിതയിൽ 5:39 എന്നുള്ള ഒരു ഉദ്ധരണിയാണിത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ ഗോവിന്ദന്റെ വിസ്തരണങ്ങളാണ് ബാക്കിയുള്ളവരെല്ലാവരും, അല്ലെ? ബാക്കി എല്ലാവരും, രാമൻ, ശ്രീരാമനാവട്ടെ, ബാക്കിയുള്ള അവതാരങ്ങളാവട്ടെ, ബലരാമനാവട്ടെ. ബലരാമൻ ആദ്യത്തെ വിസ്തരണം, ബാക്കി പിന്നെ അങ്ങോട്ട് ഒരുപാട് എക്സ്പാൻഷൻസ് ഉണ്ട്. അപ്പോൾ ഒറിജിനൽ ആരാണ്? ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഭഗവാൻ കൃഷ്ണൻ, അദ്ദേഹമാണ് ആദിപുരുഷൻ, അല്ലെങ്കിൽ ആദി ദൈവം, അല്ലെങ്കിൽ അവതാരി പുരുഷൻ എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെ? ഓക്കെ, ബ്രഹ്മസംഹിതയിലെ 5:39 നമുക്കിവിടെ നിർത്താം എന്ന്. ശ്രീല प्रभुपाद की जय. श्रील कृष्णदास कविराज गोस्वामी की जय. श्री चैतन्य चरितामृत की जय. निताय गौर प्रेम. हरे कृष्ण. थैंक यू.